فإنها مفتاح كل شر മദ്യപാനമെന്നുള്ളത് സകലമാന തിന്മകളുടെയും മാതാവാണ്, താക്കോലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കാര്യമാട് പരിസരത്തോ പള്ളിയിലെ ഉസ്താദും കമ്മിറ്റിക്കാരും എത്ര പറഞ്ഞിട്ടും നന്നാകാതെ വീണ്ടും വീണ്ടും കള്ളും കഞ്ചാവുമായിട്ട് കഴിയുന്നവനോ അവനോട് പുലർത്തേണ്ട ചില സമീപനങ്ങൾ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ വിടുന്നു പറഞ്ഞു തരുന്നുണ്ട്. നിന്റെ കൂട്ടുകാരനാണെങ്കിലും നിന്റെ അയൽവക്കക്കാരനാണെങ്കിലും നിന്റെ കൂട്ടുകുടുംബാദിയാണെങ്കിലും എത്ര പറഞ്ഞിട്ടും നന്നാകാതെ കള്ളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു മുസ്ലിമായ മനുഷ്യനോട് പുലർത്തേണ്ട സമീപനങ്ങൾ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ വിടുന്നു പറഞ്ഞു തരുന്നുണ്ട്. ഫലാ തുസല്ലിമു അലൈഹി, ഒന്ന് അവനോട് നീ സലാം പറയല്ലോ, അവനോട് നീ സലാം പറയല്ല. എത്ര പറഞ്ഞിട്ടും നന്നാകാതെ വീണ്ടും വീണ്ടും കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്നവന് അവനോട് നീ സലാം പറയല്ലോ. ഫലാ തുസവ്വിജൂ, രണ്ടോ കാര്യമാടി ഏതെങ്കിലും ഒരു വീട്ടില് കള്ളുപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിലോ കള്ളും കഞ്ചാവുമായിട്ട് കഴിയുന്നവൻ അധിവസിക്കുന്ന ഏതെങ്കിലും ഒരു ഭവനമുണ്ടെങ്കിലോ ആ വീട്ടിൽ നിന്നും നിന്റെ മകൾക്കൊരു വിവാഹാലോചന കടന്നു വന്നാൽ, നിന്റെ രക്തത്തിൽ പറന്ന പൊന്നാര മകൾക്കൊരു വിവാഹാലോചന നല്ല സമ്പന്നനായ ഒരു വീട്ടിൽ നിന്ന്, സമ്പന്നമായ ഒരു വീട്ടിൽ നിന്നോ, പക്ഷേ ആ വീട്ടിൽ കള്ളു കുടിക്കുന്നവരുണ്ടോ, കള്ളുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ടോ, അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നും നമ്മുടെ മകൾക്ക് വിവാഹാലോചന വന്നാൽ ഫലാ തുസവ്വിജൂ, മകളെ അവരിലോട്ട് വിവാഹം കഴിച്ചയക്കരുതോ, മകളാ കുടുംബത്തിലോട്ട് വിവാഹം കഴിച്ചയക്കല്ല. ഇത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയാ. മൂന്നോ വഇൻ മരിദൂ ഫലാ തഊദൂ, അവനെങ്ങാനും രോഗിയായി കഴിഞ്ഞാൽ കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്നവന്, തൗബ ചെയ്യാൻ മനസ്സില്ലാത്തവന്, ആരെത്ര പറഞ്ഞിട്ടും നന്നാകാൻ മനസ്സില്ലാത്തവൻ, അവനെങ്ങാനും രോഗിയായി കഴിഞ്ഞാൽ ഫലാ തഊദൂ, അവനെ നിങ്ങൾ സന്ദർശിക്കാൻ പോലും കടന്നു പോകരുതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഇൻ മാതൂ ഫലാ തുശഹിദൂ, ഇനി അവനെങ്ങാനും മരണപ്പെട്ടാൽ, അല്ലാഹുവേ, പള്ളിയിലെ ഹതീബ് ഉസ്താദും നാട്ടുകാരും മഹല്ലിന്റെ ഭാരവാഹികളും നാട്ടിൽ നമസ്കരിക്കുന്നവരും നന്മയായിട്ട് ബന്ധപ്പെടുന്നവരും പലവട്ടം പറഞ്ഞു കൊടുത്തിട്ടും അവസാനിപ്പിക്കാതെ വീണ്ടും വീണ്ടും കള്ളുകുടിച്ചും കഞ്ചാവ് വലിച്ചും സമൂഹത്തിൽ പരസ്യമായിട്ട് തിന്മ ചെയ്തും ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവനെങ്ങാനും മരണപ്പെട്ടു പോയാലോ അവന്റെ ജനാസ സംസ്കരണത്തിൽ പോലും നിങ്ങൾ പങ്കാളിയാകരുതെന്ന്